ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രദർ GS3700 ഇലക്ട്രിക് സ്യൂയിങ് മെഷീനാണ്. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 37 സ്റ്റിച്ചസ് ഉണ്ട്. പിന്നെ അതിന് ഒരു റൊട്ടേഷണൽ ഹാൻഡ് വീല്, അതുപോലെ തന്നെ പവർ പ്ലഗ്, അതിൻ്റെ മേലെ തന്നെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ നമ്മുടെ നീഡിലിൻ്റെ അവിടേക്ക് നമ്മൾ തയ്ക്കണ അവിടേക്ക് ലൈറ്റ് ഉണ്ട്. പിന്നെ പ്രഷർ ഫൂട്ട് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ സ്യൂയിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇതിൽ നൂല് കോർക്കുന്നതെന്ന് നോക്കാം. നൂല് എങ്ങനെയാണ് മെഷീനിലിടുന്നതെന്ന് നോക്കാം. അതിൽ എല്ലായിടത്തും പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ആമസോണിൻ്റെ അതിൻ്റെ കൂടെ ഒരു DVD കൂടി ഉണ്ട്. നമുക്ക് റൊട്ടേഷണൽ വീല് തിരിച്ചിട്ട് നീഡിൽ പൊക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നീഡിൽ നൂല് കോർക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് എന്ത് എളുപ്പമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ബോബിൻ ഇടാം. ബോബിന് ടോപ്പർ മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു ബോബിൻ അതിനുള്ളിലേക്ക് വെക്കാം. അതിനുള്ളിൽ ബോബിൻ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് നോക്കിയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ നൂല് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഭാഗത്തേക്ക് വരണം. അത് ഇവിടെ ഒരു നോബുണ്ട്. ആ നോബിലൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് വേണം ഇപ്പുറത്തൂടെ കൊണ്ടുവരാൻ. എന്നിട്ട് അവിടെ ഒരു ബ്ലേഡ് ഉണ്ട്. ബാക്കിയുള്ള ത്രെഡ് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബോബിൻ്റെ ടോപ്പർ അവിടെ തന്നെ വെക്കാം. കണ്ടില്ലേ, പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കട്ടർ ഇതിൻ്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് കത്രികയൊന്നും ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് ബോബിനിൽ എങ്ങനെയാണ് ത്രെഡ് കോർക്കണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ ബോബിൻ്റെ സൈഡിൽ ഒരു ഹോളുണ്ട്. ആ ഹോളിലൂടെ നൂല് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതിലൂടെ ഒന്ന് ജസ്റ്റ് കുറച്ച് ഒന്ന് റൗണ്ട് ചെയ്തെടുത്താലും മതി. ഇതേപോലെ നൂലെടുത്തിട്ട് നമ്മൾ നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പോലെയല്ല നൂല് ചുറ്റേണ്ടത്. അതിനിപ്പുറത്തൂടെയും കൂടെ ഒന്നും എടുക്കണം. നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നമ്മുടെ പ്രഷർ ഫൂട്ടൊന്ന് പ്രസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ബോബിൻ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അതൊന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് നീക്കി കൊടുക്കണം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം റൊട്ടേറ്റ് ചെയ്യാതെ നീഡിൽ കറങ്ങില്ല. നീഡിലിൻ്റെ അവിടേക്ക് ഒരു വർക്കിങ്ങും നടക്കില്ല. ഈ ബോബിൻ്റെ ആ ഭാഗത്തേക്ക് മാത്രമേ വർക്കിംഗ് നടക്കുള്ളൂ. അല്ലേ, നമുക്ക് ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് ബോബിനിൽ നൂലെടുക്കാൻ പറ്റുന്നു. നമ്മുടെ ഫൂട്ട് പൊക്കവും താഴ്ത്തും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇത്. ഈ ഹാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് പൊക്കും താഴ്ത്തും ചെയ്യുന്നത്. അതുപോലെ തന്നെ നീഡിൽ മാറ്റാൻ വേണ്ടിയിട്ട് ആ സ്ക്രൂ അഴിച്ചിട്ട് നമുക്ക് നീഡിൽ മാറ്റാം. പിന്നെ ഫൂട്ടിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് പോലൊരു സംഭവമുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫൂട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പല ടൈപ്പ് ഫൂട്ട്സ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾക്ക് ബട്ടൺ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു സ്റ്റിക്ക്. ഇത് റിവേഴ്സ് ബട്ടൺ ആണ്, അതായത് റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അതുപോലെ നമ്മുടെ സ്റ്റിച്ചിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ലൂസ്നെസ്സും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 റേഡിയോ ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചേഞ്ച് ചെയ്യുന്നത്. ഈ SS എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിച്ച് നമുക്ക് ഈ ലാസ്റ്റ് ബ്ലൂ കളറിൽ കാണാൻ പറ്റുന്ന സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതാണ്. അതിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഈ റൊട്ടേഷണൽ വീല് തിരിച്ചു കൊടുത്തിട്ട് ആണ് നമ്മൾ സ്റ്റിച്ച് ചേഞ്ച് ചെയ്യേണ്ടത്.
ഇതാണ് ബട്ടൺ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ച്. അതുപോലെ തന്നെ ഈ സെക്കൻഡ് കാണുന്നത് നോർമൽ സ്റ്റിച്ച്. മറ്റുള്ളതൊക്കെ നമുക്ക് ഓരോ എംബ്രോയ്ഡറീസും അതുപോലെ തന്നെ ഓവർലോക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചസ് ആണ്. ഈ ആരോൻ്റെ അവിടേക്ക് ഏത് സ്റ്റിച്ചിൻ്റെ നമ്പറാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ, ഏത് സ്റ്റിച്ചാണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ നമ്പർ ആരോൻ്റെ അവിടേക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതാണ് ഇലക്ട്രിക് പ്രസ്സർ. ഇത് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് മെഷീനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നത്. കണ്ടില്ലേ, ബോബിൻ്റെ ആ സംഭവം കറക്കുമ്പോൾ അത് മാത്രമേ കറങ്ങണുള്ളൂ, നീഡിലിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ബോക്സ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ്സും അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. അതുപോലെ തന്നെ ഈ ബോക്സിനുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രദർ GS3700 സ്വിംഗ് മെഷീൻ. ഇതിൽ പല സീരീസിലുള്ള മെഷീനും ഉണ്ട്. 2700 ഉണ്ട്. അപ്പോൾ തന്നെ പല മോഡൽസ് ഉണ്ട്. ഹൈ കൂടിയതുണ്ട്, റേറ്റ് കൂടിയതുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു 3-4 വർഷമായിട്ടുണ്ടാവും വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10,100 ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. GS2700ക്ക് ഇതിൻ്റെ അത്ര റേറ്റ് ഇല്ല. അതിൽ സ്റ്റിച്ചിൻ്റെ പാറ്റേണും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.